ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡാറ്റ സയൻസ് ക്ലാസ്സസ് ഇൻ മലയാളം. നമ്മൾ വേരിയബിളിൽ എങ്ങനെ ഒരു നമ്പറൊക്കെ സ്റ്റോർ ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു പൈത്തണിൽ. ഇനി അടുത്തതായിട്ട് ഈ സ്റ്റോർ ചെയ്ത നമ്പറുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് നമ്മളൊക്കെ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടാം. ആദ്യത്തേത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ കണക്കിൽ പഠിച്ച് തുടങ്ങിയ കാലത്ത് പ്ലസും മൈനസും ഒക്കെ തന്നെ, കുറച്ച് അഡീഷണലും ഉണ്ട്. പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യുക, ഒന്ന് ചെറുതാണോ വലുതാണോ എന്നുള്ള പറയുന്ന അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, നോട്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും ഒക്കെ മനസ്സിലാവേണ്ടതാണ്, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയും. പിന്നെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സും മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞല്ലോ. ബൈനറി അഡിഷൻ, അതായത് ഏതെങ്കിലും രണ്ട് വാല്യൂസിനെ പ്ലസ് ചെയ്യുക. അവിടെ ഇമ്പോർട്ടൻസ് പ്ലസ് എന്ന് പറയുന്ന സിമ്പിളിനാണ്. അതായത് എ എന്ന് പറയുന്ന വാരിയബിളിലോട്ട് 3 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തു. എങ്ങനെ സ്റ്റോർ ചെയ്തു? എ ഈക്വൽ ടു 3. ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 2 എന്ന് പറയുന്ന വാല്യൂം സ്റ്റോർ ചെയ്തു. ബി ഈക്വൽസ് 2. ഇനി ഇവിടുന്ന് ഈ അഡിഷൻ്റെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഫുള്ള് എ ഈക്വൽ ടു ബി 3യും ബി ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ. എക്സ് എന്ന് പറയുന്ന വേറൊരു വേരിയബിളിലേക്ക് എ പ്ലസ് ബിയുടെ അതായത് എന്തെങ്കിലും ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസറും സ്റ്റോർ ചെയ്തു. എങ്ങനെ? എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് 3യും എ എന്ന് പറയുന്നത് ഇനി തൊട്ട് 3 ബി എന്ന് പറയുന്നത് 2. അപ്പോൾ 3ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 5 കിട്ടും. കൺഫ്യൂഷനൊന്നുമില്ല. സിമ്പിൾ മാത്സ് അഡിഷൻ. വലിയ വലിയ നമ്പേഴ്സൊക്കെ വരാം, സംഗതി ഇപ്പോൾ രസമായിരിക്കും. അപ്പോൾ സബ്ട്രാക്ഷനും ഇതുപോലെ തന്നെ ചെയ്യാം. ബൈനറി സബ്ട്രാക്ഷൻ എ മൈനസ് ബി, അതായത് ഇവിടെ 3 മൈനസ് 2 എത്ര കിട്ടും? 1 കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴോ 3 ഇൻറ്റു 2, അതായത് ഏതെങ്കിലും ഒരു വാല്യൂ എ ഇൻറ്റു ബി, എക്കും ബിക്കും നിങ്ങൾ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായാലും 3യും 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ 6 കിട്ടും. ഒരു സാമ്പിൾ മാത്രം. ഡിവിഷൻ ചെയ്താലോ 3 ഡിവൈഡഡ് ബൈ 2. മനസ്സിൽ ഡിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1.5. ഫ്ലോട്ടാണ് ആൻസർ വരിക ഡിവിഷൻ ചെയ്യുമ്പോൾ. സിമ്പിൾ ഡിവിഷൻ്റെ കമ്പ്യൂട്ടറിൽ പൈത്തണിൽ സിമ്പിൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഫ്ലോട്ടായിരിക്കും. ഓക്കെ, അതായത് ഡെസിമൽ പോയിൻ്റുള്ള ആൻസർ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഡെസിമൽ പോയിൻ്റ് വേണ്ട, നിങ്ങൾക്ക് അതിന് ഇൻറ്റിജർ വാല്യൂ ഔട്ട്, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്യുവർ മാത്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്പറിലോട്ട്, വലിയ നമ്പറിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴും അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. നമ്പർ ലൈൻ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളൊക്കെ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റിലോട്ട് പോകുന്തോറും വലുതാവുകയല്ല ചെറുതാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതോർക്കുക. അപ്പോൾ ഫ്ലോർ അഥവാ ഇൻറ്റിജർ ഡിവിഷൻ എന്ന് പറയുന്ന പരിപാടി, അതായത് ഇൻറ്റിജറിലേക്ക് ഇൻറ്റിജർ വാല്യൂ തന്നെ വേണം നിങ്ങൾക്ക് ഡിവിഷനിൽ. പോയിൻ്റൊന്നും ഡിവിഷൻ നടക്കില്ല. ഡിസിമലി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡിവൈഡ് സിമ്പിൾ 2 തവണ യൂസ് ചെയ്യുക. എ ഡിവൈഡ് ബി കൊടുത്താൽ നമുക്ക് 3/2 എന്നുള്ള ആൻസർ 1 കിട്ടും. ഓക്കെ. ഇനി കമ്പ്യൂട്ടറിൻ്റെ കുത്തകയായ മോഡ്യുലോ ഓപ്പറേഷൻ ഉണ്ട്. അതായത് ആ പേഴ്സൻറ്റേജ് സൈൻ ഉണ്ടല്ലോ, അതാണ് മോഡുലോ. അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും റിമൈൻഡർ വരുമല്ലേ ചിലത്. നമ്മൾ പൊതുവേ അതെങ്ങനെ എടുക്കാം? ഒന്നെങ്കിൽ ഫ്രാക്ഷനായിട്ട് എടുക്കും, അല്ലെങ്കിൽ അതിനെയും കൂടെ നമ്മൾ ഡിവൈഡ് 0 ഇട്ട് ഡിവൈഡ് ചെയ്ത് മുകളിൽ ഡെസിമൽ പോയിൻറ്റ്സ് ഇട്ട് പോകും, അല്ലേ? അങ്ങനെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്താണോ നാച്ചുറലി റിമൈൻഡർ വരുന്നത്, ആ റിമൈൻഡറാണ് മോഡുലോൻ്റെ ആൻസർ. ഇവിടെ നോക്കുകയാണെങ്കിൽ 3/2 ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 ആകുമ്പോൾ 3 മൈനസ് 2 1 വരും, അല്ലേ? റിമൈൻഡർ 1 ആണ് വരുന്നത്. ഡിവിഷൻ ഇനി പഠിപ്പിക്കാൻ പറയരുത് കേട്ടോ. മോഡ്യുലോൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏത് നമ്പറാണോ മോഡുലോ ബി എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എ ഡിവൈഡഡ് ബൈ ബി ചെയ്യുക, അതിൻ്റെ നാച്ചുറലി അതിൻ്റെ റിമൈൻഡർ എന്ത് വരുമോ അതാണ് അതിൻ്റെ ആൻസർ. ഇനിയിപ്പോൾ എക്സ്പോണൻഷിയേഷൻ, ഇതും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എ റേസ് ടു ബി അത്രയേ ഉള്ളൂ. എ ഡബിൾ സ്റ്റാർ ഇടും, 2 സ്റ്റാർ ഇട്ടിട്ട് ആണ് അതിൻ്റെ ഒരു സിമ്പിൾ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയാം. അപ്പോൾ ഡബിൾ സ്റ്റാർ ബി, എ ഡബിൾ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ സംഭവം എത്ര ഉദ്ദേശമുള്ളൂ? എ റേസ് ടു ബി. ഇവിടുത്തെ എ എന്താ? 3, ബി എന്താ? 2, അതായത് 3 റേസ് ടു 2. 3 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3 is 9. സിമ്പിൾ മാത്സ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ പൈഡ്രോയിഡിൽ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. എപ്പോഴും ID മാത്രം പോരല്ലോ. ഞാനൊരു ഫയലൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ, വെറുതെ ഡയറക്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എ എന്ന് പറയുന്ന
നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ എയിലോട്ട് ഞാൻ 3 സ്റ്റോർ ചെയ്തു, ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 2 സ്റ്റോർ ചെയ്തു, എക്സ് എന്ന് പറയുന്നൊരു പുതിയ വേരിയബിൾ എടുത്തു, അതിൽ ഞാൻ എന്ത് ചെയ്തു, എ പ്ലസ് ബി എന്ന് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ പറയുവാണ് ഇനി എക്സ് പ്രിൻ്റ് ചെയ്തോളൂ. ഓക്കെ, പ്രിൻ്റ് ചെയ്യാം. ആൻസർ ഈസ് 5. ഓക്കെ, ഇനി ഇതേ സാധനം ഞാൻ ജസ്റ്റ് ഓപ്പറേറ്റർ മാറ്റുന്നേ ഉള്ളൂ. എ മൈനസ് ബി എന്ന് കൊടുത്തു, അതായത് 3 - 2 1 കിട്ടി. ഈ എയും ബിയും ഒക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. പ്ലസ് മൈനസ് കഴിഞ്ഞ് ഇനി എന്താ, മൾട്ടിപ്ലിക്കേഷൻ. ആ ഓർഡറിന് അങ്ങ് പോവാം. അതായത് എ ഇൻറ്റു ബി എന്താ, 3 × 2 ചെയ്ത് എക്സിലോട്ട് സേവ് ചെയ്തു, എക്സിനെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ആൻസർ ഈസ് 6. ഇനിയിപ്പോൾ അതല്ല, ഡിവൈഡ് ചെയ്യണം എനിക്ക്. ഡിവൈഡ് സിമ്പിളുണ്ട്, ഇതൊക്കെ മുകളിലും ഉണ്ട്. നമുക്ക് ശീലം കാരണം നമ്മൾ കീബോർഡിൽ നിന്ന് എടുക്കുന്നു മാത്രം. ഡിവൈഡ് ചെയ്തു 1.5. ആൻസർ നോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതേ സാധനം എനിക്ക് ഫ്ലോർ കിട്ടണം, അതായത് എനിക്ക് ഇൻറ്റിജർ വാല്യൂ തന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ഞാനൊരു ഡിവൈഡും കൂടെ ഇട്ട് കൊടുത്തു. ആൻസർ എന്തായി, 1 ആയി. നെക്സ്റ്റ് ഈസ് മോഡുലോ ഓപ്പറേറ്റർ. നമ്മൾ മോഡുലോ അതായത് പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണോ നമ്മൾ എ ഡിവൈഡഡ് ബൈ ബി ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആയ എന്താണ് ആൻസർ, അത് എക്സിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അതാണ് ഇവിടെ എന്താണ് 3 / 2 ഉണ്ട്, റിമൈൻഡർ ഈസ് 1. ഹെൻസ് നമുക്ക് 1 ആൻസർ കിട്ടി. ഇനിയിപ്പോൾ അതല്ല, അടുത്തത് ഏതായിരുന്നു, നമ്മുടെ എക്സ്പൊണൻഷിയേഷൻ. അതായത് ഡബിൾ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ എക്സ്പൊണൻ്റ് 3 × 2 കിട്ടും അല്ലേ. ആൻസർ എന്താണ്, 9. പിന്നെ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഇത്യാദി ഉള്ള ഓപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ വി സൈൻ, ഇങ്ങനെ ഇട്ട സൈൻ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പോഴും 3 തന്നെയാണ്, ബി എന്ന് പറയുന്നത് 2 തന്നെയാണ് കേട്ടോ. അപ്പോൾ 3 ആണോ 2 ആണോ വലുത്, 3 അല്ലേ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുമ്പോൾ വരുന്നത് എന്തായിരിക്കണം, അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണോ, അതെ, അത് സത്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനുള്ള ഈ ഒരു സംഭവം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അത് ട്രൂ എന്ന് പറയും. യെസ്, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഇതേ സമയം നേരെ തിരിച്ചാണെങ്കിൽ ഫാൾസ് വരും. ഓക്കെ, അതേപോലെ തന്നെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എ ലെസ് ദാൻ ബി ആണോ, എ 3 ബി 2 ആണ്, അല്ലല്ലോ, അപ്പോൾ ആൻസർ ഫാൾസ് വരും. അതുപോലെ ഈക്വൽ ടു, ഈക്വൽ ടുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എ ഈക്വൽ ടു ബി ആണ്. അതെന്താ, ഒരു തവണ ഈക്വൽ ടു പോരാ. കാരണം എന്താ, ഒരു തവണ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ബിയിലെ വാല്യൂ എയിലേക്ക് വരുന്നു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു ഉപയോഗിച്ച് പോയി. ഇനിയിപ്പോൾ വീണ്ടും അതിന് പ്രോപ്പർട്ടി മാറ്റി പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ വ്യക്തമായി എന്നോട് പറയുകയാണ് ഈക്വൽ ടു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുകയാണ്. ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്തുണ്ട്, രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണോ, 3ഉം 2ഉം ഈക്വൽ ആണോ, അല്ല, ഇറ്റ്സ് ഫാൾസ്. പിന്നെ ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് വരാം. കുറച്ച് ചിലപ്പോൾ നമുക്ക് പറയാം, എനിക്കിപ്പോൾ നമ്പർ ലൈനിൽ 2 മുതൽക്കുള്ള നമ്പർ വേണം എന്ന് പറയുമ്പോൾ 2ഉം കൂടെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരില്ലേ, 2 ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ളതാണ് ഈക്വൽ ടു കൂടെ ആഡ് ചെയ്തു. അതിന് അങ്ങനത്തെ കണ്ടീഷൻസ് വരാമല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഇത്ര മുതൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്ര മുതൽ എനിക്ക് അത്രയും വാല്യൂസ് കിട്ടണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് വരിക. ഇവിടെ ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ, ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു കേട്ടോ, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ മതി. അതിപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ 3ഉം ബി എന്ന് പറയുന്നത് 2ഉം ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ് എന്തായാലും. ഇനിയിപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ 2 ആണെങ്കിലും ഇവിടെ ട്രൂ വരുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്നുള്ള പരിപാടി ചെക്ക് ചെയ്യാനുള്ളത് ആ സിമ്പിൾ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ. അപ്പോൾ അതെങ്ങനെയാണ്, ഈസ് ദിസ് നമ്മുടെ ഇപ്പോഴത്തെ എക്സാമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, അല്ലേ. എ 3 ആണ്, ബി 2 ആണ്, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, അതുകൊണ്ട് ഫോൾസ് വരും ആൻസർ. ഇനിയിപ്പോൾ അടുത്തത് നോക്കുകയാണ്, ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം നോട്ട് ഈക്വൽ ടു, അതായത് ഈ 2 വാല്യൂ ഈക്വൽ ടു അല്ലേ, ഈക്വൽ അല്ലല്ലോ എന്ന് നോക്കുകയാണ്. അതായത് ഈക്വൽ ടു കൊണ്ട് നേരെ വിപരീതം. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ സിമ്പിൾ ശ്രദ്ധിക്കുക, എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടും കൂടെ ഇട്ട് നോക്കും. അപ്പോൾ അല്ലല്ലോ, 3ഉം 2ഉം ഈക്വൽ ആണോ, അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ത് കിട്ടി,
അതായത് ആൻസർ ട്രൂ കിട്ടി. ഇത് നമ്മൾ കണ്ടീഷൻ ലൂപ്സ് ഇനി പഠിക്കും. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം ശരിക്കും മനസ്സിലാവുക. അതായത് നമ്മളിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം, അതായത് ഇത് ട്രൂ ആണെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ കണ്ടീഷൻ നമുക്ക് ജീവിതത്തിൽ പലതും വരും. ചായ തിളയ്ക്കുക, നമ്മളെപ്പോഴാണ് ചായ പൊടിയുക, വെള്ളം തിളച്ചാൽ ഇഫ് വാട്ടർ ബോയിൽസ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചായ പൊടി ഇടണം. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ പഠിക്കുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് നമ്മളെടുത്ത എക്സാമ്പിൾ 3 A = 3യും B = 2 തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്തായിരിക്കും? സിമ്പിൾ തുടങ്ങാം. A > B ആണോ? അതെ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ട്രൂ കിട്ടി. ഇനി A <B ആണോ? അല്ല. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? ഫോൾസ് കിട്ടി. ഇനി ഞാൻ ചോദിക്കുവാണ്, എനിക്ക് A > ഇനിയിപ്പോൾ ഗ്രേറ്റർ ദാൻ അല്ല, അപ്പം എനിക്ക് ഈക്വൽ ടു ആണോ? ഇനി അല്ല, സോറി, A 3 > 2 ആണല്ലോ. അപ്പോൾ ആൻസർ ട്രൂ കിട്ടി. അതേസമയം <= ആണോ? A എന്ന് പറയുന്നതിലുള്ള വാല്യൂ ബീനേക്കാളും ചെറുതാണോ? അല്ല. ബീനോട് ഈക്വൽ ആണോ? അല്ല. ആൻസർ എന്ത് കിട്ടി? ഫോൾസ് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുവാണ്, ഓക്കെ ഇതൊന്നും അല്ല, ഇനി സാധനം രണ്ടും ഒന്നാണോ? ഈക്വൽ ടു സോറി, ഇറ്റ്സ് നോട്ട്. എന്നാൽ ശരി, ഇനിയിപ്പോൾ രണ്ടും തമ്മിൽ ബന്ധമില്ലേ എന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് ഉറപ്പിക്കണം. നമ്മളെന്ത് ചെയ്യും? ≠ ആണോ എന്ന് ചോദിക്കും. A ≠ B ആണോ? യെസ്, അത് തമ്മിൽ ഈക്വൽ അല്ല. ഇത് ബൂളിയൻ വാല്യൂസ് ജസ്റ്റ് കിട്ടുന്നു. നെക്സ്റ്റ് ഇസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആസ് ദ നെയിം സ്പെസിഫൈസ്, നോട്ടും ആൻഡും ഓറും ആണ് നമ്മളുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നോട്ട് എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് നമുക്കൊരു ഗെസ് സംതിങ്, നമുക്കൊരു വാരിയബിളോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനോ എന്തോ ഉണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ കണ്ടീഷൻ്റെ റിസൾട്ട് വന്നത്, അപ്പോൾ നമുക്ക് നേരത്തെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ട്സ് നമ്മൾ ശ്രദ്ധിച്ചു, ട്രൂവോ ഫോൾസോ ഒക്കെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ട് ആവാം, അല്ലെങ്കിൽ നമ്മളായിട്ട് നേരിട്ട് ട്രൂവോ ഫോൾസോ കൊടുക്കുന്നതാവും, അല്ലെങ്കിൽ ജസ്റ്റ് 0 എന്നുള്ള നമ്പർ ആവാം, അല്ലെങ്കിൽ 1 എന്നുള്ള നമ്പർ ആവാം, അതും അല്ലെങ്കിൽ ഇത് കോംപ്ലക്സ് നമ്പർ 0 + 0j, അതല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ്ങുകൾ, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥ ആണ് ഫോൾസ്. അതുപോലെ എന്തെങ്കിലും ഉള്ളത് ട്രൂ, അങ്ങനത്തെ ഒരവസ്ഥ. കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ഫോൾസ് എന്നോ ട്രൂ എന്നോ ഒക്കെ പറയുന്നു. ബൂളിയൻ വാല്യൂസിന് പറഞ്ഞു തരണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് നോട്ട് ഓഫ് A എന്താണ്? A എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. A എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിലോ റിസൾട്ട് ഫോൾസും ആയിരിക്കും. ഇതേ സംഭവം ആൻഡിലെടുക്കുക. ആൻഡ് ഓപ്പറേറ്ററായിട്ടാണ് ചെയ്യുന്നത്. അതായത് ആൻഡ് ആകുമ്പോൾ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, 2 എണ്ണമെങ്കിലും മിനിമം വേണം. ഇതിൽ കൂടുതലും ആവാം കേട്ടോ കണ്ടീഷൻസ്. അതായത് A > B, അതുപോലെ A <= B എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെയാണ് ഇനി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ 2 കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ അല്ലേ. അത് രണ്ടും സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ് നമുക്കിവിടെ ട്രൂ എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ട്രൂ എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ എയുടെയും ബിയുടെയും വാല്യൂ എടുത്തേക്കുന്നത്. അതായത് രണ്ടും 2 ആണ്. അത് 2 ഈക്വൽ അല്ലേ. അതായത് A = B ആയതുകൊണ്ട് A <= B എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ആൻസർ ട്രൂ ആണ്. A <= B എന്ന് പറയുന്നതും ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആൻഡ് ട്രൂ എന്ന് കഴിഞ്ഞാൽ നമ്മൾ മുകളിലത്തെ ടേബിൾ നോക്കുക, Aയും Bയും ട്രൂ ആവുക. അതായത് Aയും Bയും 1 ആയിക്കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് 1, അതായത് ട്രൂ ആണ് ആൻസർ വരിക. ബാക്കി എല്ലാ കണ്ടീഷനും, അതായത് Aയോ Bയോ ആയാൽ പോലും റിസൾട്ട് ഫോൾസേ വരുള്ളൂ. ഇത് നമ്മൾ ലൂപ്പിലേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഉപകാരം വരിക. അതായത് നമ്മൾ പറയുകയാണ്, എനിക്കിങ്ങനെ കുറച്ച് n നമ്പർ ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. ഈ n നമ്പർ ഓഫ് കണ്ടീഷൻസ് എനിക്ക് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ എനിക്ക് അടുത്ത ബാക്കിയുള്ള ഇതിൻ്റെ ഉള്ളിലെ സ്റ്റെപ്സ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ, അങ്ങനെ എല്ലാം സാറ്റിസ്ഫൈ ആവണം എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ ആൻഡ് എന്നുള്ള ഓപ്പറേറ്ററിൻ്റെ സഹായം തേടുന്നത്. ഇപ്പോൾ അതല്ല, എനിക്കിതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയി കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഓപ്പറേറ്ററായ ഓർ ഓപ്പറേറ്ററിൻ്റെ ഹെൽപ്പ് തേടുന്നത്. ഓർ ഓപ്പറേറ്റർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എയോ അല്ലെങ്കിൽ ബിയോ 1 ആയാൽ റിസൾട്ട് 1 ആണ്. ഈ 0യും 1ഉം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൾസിൻ്റെ ഇക്വലൻ്റ് ആണ് 0, ട്രൂവിൻ്റെ ഇക്വലൻ്റ് ആണ് 1. അപ്പോൾ ഫോൾസ് 2 കണ്ടീഷനുണ്ട്. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ റിസൾട്ട് 1 ആണ്.
അതായത് ട്രൂ ആണ്. ഇവിടെ ഇപ്പം എന്താണ്, എ രണ്ടും ബി രണ്ടും ഒന്നാണ് എന്നുള്ളത് കൊണ്ട് സാറ്റിസ്ഫൈ ആയി. ഇത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എ എന്ന് പറയുന്നത് ഞാൻ എന്ത് സേവ് ചെയ്തു, ആദ്യം നമ്മൾ നോട്ടാണ് കേട്ടോ പഠിക്കുന്നത്. എ എന്ന് പറയുന്നത് ഞാൻ ഫോൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ നോട്ട് എ പ്രിൻ്റ് ചെയ്യണം. എയുടെ ഓപ്പോസിറ്റ് എന്താണ്, ട്രൂ ആണ് അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഓപ്പറേറ്റർ ഏതായിരുന്നു, ആൻഡ് അല്ലേ? അപ്പം ഞാൻ പറയുകയാണ് 2 ബി എന്ന് പറയുന്നതും ഞാൻ 2 ഇട്ടു. ഈ 2 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഞാനൊരു സംഭവം എഴുതുകയാണ് ഇവിടെ ചുമ്മാ, ജസ്റ്റ് ഫോർ സ്റ്റഡി പർപ്പസ്. എ ഈ കണ്ടീഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ആവുന്നു, കാരണം എന്തായാലും ഈക്വൽ ടു ആണല്ലോ. ഇത് എയും ബിയും ഒന്നാണല്ലോ, പിന്നെ ഇപ്പോൾ അവിടെ പ്രശ്നമില്ലല്ലോ. എ ലെസ് ദാൻ ഈക്വൽ ടു ബി, അതായത് എ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആവണം, അല്ലെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആവണം. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കിവിടെ ട്രൂ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ട്രൂ കിട്ടി. എങ്ങനെ കിട്ടി, എയും ബിയും ഈക്വൽ ആയതുകൊണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇതിലൊരെണ്ണം ഞാൻ മാറ്റി. അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന എ ഈക്വൽ ടു 3 ആക്കി ആൻസർ. എ ഈക്വൽ ടു 3 എന്നാക്കി നമ്മൾ. അപ്പോൾ എന്താണ്, ഒരു കണ്ടീഷനല്ലേ ഇതിൽ സാറ്റിസ്ഫൈ ആവുള്ളൂ, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അതായത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ മാത്രമല്ലേ സാറ്റിസ്ഫൈ ആവുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ഈ ഒരു നെക്സ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. അതായത് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, ഇറ്റ്സ് ഫാൾസ്. ഓക്കെ, ഞാനിപ്പോൾ നേരെ തിരിച്ചിട്ടാലും ഇറ്റ്സ് ഫാൾസ്. ഓക്കെ, 2ഉം സാറ്റിസ്ഫൈ ആവാത്തൊരവസ്ഥ നമുക്കിപ്പോൾ തൽക്കാലം ഇല്ല. ഇനിയിപ്പോൾ അടുത്തത് എന്താ, ഓർ പറയുമ്പോഴും ഞാൻ ആദ്യം 2ഉം ഈക്വൽ ടു ആണ് ഇട്ടത്. അതായത് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ മതി. ഇവിടെ എന്തായാലും ഓർ ഇടുമ്പോഴും കുഴപ്പമില്ല, കാരണം 2ഉം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ട്രൂ ആണ് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടുത്തെ ഫസ്റ്റ് ഇനീഷ്യൽ എക്സാമ്പിൾ എ ഈക്വൽ ടു 3യും ബി ഈക്വൽ ടു 2 ആക്കിയാലോ, ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുമോ? ഇല്ല, ആദ്യത്തെ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ഉള്ളൂ. ആൻഡ് യൂസ് ചെയ്തപ്പോൾ നമുക്കത് ഫോൾസ് എന്നാണ് കിട്ടിയത്. പക്ഷെ ഓർ യൂസ് ചെയ്യുമ്പോഴോ ട്രൂ എന്നാണ് കിട്ടിയത്. കാരണം എന്താ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അവർക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല. ഓറിന് ഏതെങ്കിലും ഒന്നൊന്ന് ശരിയായി കിട്ടിയാൽ ട്രൂ ആയിട്ട് കാണിക്കാം. അതെ, കണ്ടോ, എ ലെസ് ദാൻ ബി ആണിപ്പോൾ, ഇവിടെയും ട്രൂ ആണ്. നെക്സ്റ്റ് ഇസ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. അതായത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സാണ് 2 എണ്ണേ ഉള്ളൂ, ഈസും ഈസ് നോട്ടും. എക്സും വൈയും 2 ഒബ്ജക്റ്റ്, പൈത്തണിലെല്ലാം ഒബ്ജക്ട്സ് ആണ്. ഈ 2 ഒബ്ജക്റ്റും ഒന്നാണോ എന്ന് നോക്കും. അതായത് ഒരു എക്സാമ്പിൾ ചുമ്മാ സ്ട്രിങ് എടുത്തു എന്നേ ഉള്ളൂ, അടുത്തതിലും കൂടെ വേണ്ടിയിട്ട്. എക്സ് എന്ന് പറയുന്നതിലേക്ക് ഞാൻ ഹാരി എന്ന വേർഡ് സ്റ്റോർ ചെയ്തു, വൈ എന്ന് പറയുന്നതിലേക്ക് ഞാൻ ഹാരി പോട്ടർ എന്നും സ്റ്റോർ ചെയ്തു. ഇത് 2 ഒന്നാണോ എന്ന് നോക്കും. അല്ലല്ലോ, ഒന്ന് ഹാരി ഒന്ന് ഹാരി പോട്ടറും അല്ലേ, അപ്പോൾ അത് ഫോൾസ് ആയിരിക്കും. ഇതേ സ്ഥാനത്ത് എക്സിന് ഞാൻ ഹാരി പോട്ടർ എന്ന് ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഇതിൽ കേസ് സെൻസിറ്റീവ് ആണ് കേട്ടോ, ഒന്ന് നോക്കി നോക്കും. പിന്നെ ഈസ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ, അതായത് എക്സ് ഈസ് നോട്ട് വൈ, നേരെ വിപരീതം. ഇത് നോട്ട് വൈ അല്ലേ, അപ്പോൾ എന്താ ആൻസർ വന്നു, ട്രൂ വന്നു. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എന്താണെന്ന് ശ്രദ്ധിച്ചോ, ഇറ്റ്സ് ബൂളിയൻ. ഓക്കെ, ബൂളിയൻ വാല്യൂ ആണ് ഇതിൻ്റെയൊക്കെ ആൻസർ. ഓക്കെ, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു, ഈസും ഈസ് നോട്ടും അല്ലേ. അപ്പം നമുക്ക് 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ഒരു സ്ട്രിങ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു, ഇറ്റ്സ് ഹാരി വൈയോ ഫുൾ നെയിം മൂപ്പരുടെ എന്താണ്, ഹാരി പോട്ടർ. അയ്യോ, ഹാരി പോട്ടർ ഫാൻസിനെ തല്ലും, പോട്ടെ. ഈ 2 ഒബ്ജക്റ്റും സെയിം ആണോ, ഈസ് എക്സ് വൈ, ഇതാണ് നമ്മൾ അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ കൊടുക്കുന്നത്. എക്സ് ഈസ് വൈ ട്രൂ ആണോ, നോ, ഇറ്റ്സ് ഫാൾസ്. അപ്പോൾ ഇതിനൊന്ന് ട്രൂ ആക്കിയാലോ, ഹാരിനെ ഞാൻ ഒന്നും കൂടെ ആ കൊട്ടേഷനൊക്കെ ക്ലോസ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഹാരി പോട്ടർ രണ്ടും ഇപ്പോൾ സെയിം ആണ്. യെസ്, ട്രൂ ആയി. ഞാൻ ഇതിൽ പീൻ്റെ ചെറിയ പി ആക്കാം. അപ്പോഴോ ഇറ്റ്സ് ഫാൾസ്. മനസ്സിലായ? സംഗതി കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും നെക്സ്റ്റ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററായ ഈസ് നോട്ടിന് വേണ്ടിയിട്ട് എക്സിന് ഹാരി എന്നാക്കി. അപ്പോൾ എക്സ് വൈ അല്ലല്ലോ, സോറി, 2 കൂട്ടുണ്ടായിരുന്നു. എക്സ് ഈസ് നോട്ട് വൈ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? അതെ. എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലുള്ളത് ഹാരിയാണ്, വൈയിൽ ഹാരി പോട്ടറുണ്ട്, രണ്ടും ഒന്നല്ല. അപ്പോൾ ട്രൂ എന്നാണ് കിട്ടുക. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് ഇസ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇതിലുണ്ടോ ഇല്ലയോ, മെമ്പർ ആണോ അല്ലയോ, ഒരു സീക്വൻസ് നമുക്ക് തരികയാണ്, അത് ഉണ്ടോയെന്ന് നോക്കാൻ ഇല്ലേന്ന് നോക്കാൻ നോട്ട്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എക്സാമ്പിൾ എടുത്ത് അതിന് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഹാരി പോട്ടർ. ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ കുറച്ചും കൂടി ക്ലിയർ ആവും. ഈ ഓപ്പറേറ്റേഴ്സൊക്കെ അരിത്മെറ്റിക് പോലെ എളുപ്പമല്ല. അപ്പോൾ ഹാരി എന്ന് പറയുന്ന വാക്ക് ഹാരി പോട്ടറിലുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് എന്താ ആൻസർ കിട്ടും? ട്രൂ. നോട്ട് ഇൻ, അതായത് നേരെ വിപരീതം. ഇല്ലേ ചോദിച്ചാൽ ഉണ്ട്, അതായത് എക്സ് ഇല്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മളൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ഫോൾസ് വരും അല്ലേ? അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലല്ലോ. എക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതുകൊണ്ട് എക്സ് നോട്ട് ഇൻ വൈ എന്ന് ചോദിച്ചാൽ എക്സ് നോട്ട് ഇൻ വൈ എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആണ്. ഗൈസ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സായ ഇന്നും നോട്ട് ഇന്നും ആണ് നെക്സ്റ്റ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എന്നിൽ ഉണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഹാരി എന്ന് പറയുന്ന വാക്ക് വൈയിലുണ്ടല്ലോ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ട്രൂ വന്നു. എക്സ് നോട്ട് ഇൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, ഫോൾസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. കുറച്ച് സീക്വൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കളിച്ചു. ഇതൊന്നും കൂടാതെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സൊക്കെ തന്നെ അത് വേറൊരു രീതിയിൽ എഴുതുന്നു. നോക്കാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. അതങ്ങനെയൊക്കെ ചെയ്യുന്നവർ കുറവാണ്. ആവശ്യമുള്ള പഠിക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം ബിറ്റിംഗ് ആയിരുന്നു പറയണം, ഡെസിമൽ സിസ്റ്റം ഒക്കെ. അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പറയാത്തതാണ്. നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഡാറ്റാ സയൻസിന് വേണ്ടിയിട്ടുള്ള പൈത്തണേ വേണ്ടുള്ളൂ. അത് ആവശ്യം വരുമ്പോൾ നമുക്കിതൊക്കെ പറയാം. Okay, thank you. So guys, like, share and subscribe.